സംഘപരിവാറുമായി പ്രതിപക്ഷം എത്രത്തോളം സമരസപ്പെടുന്നുവെന്ന് പൊതുസമൂഹം കാണുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സംഘപരിവാറിനെതിരെ പോരാടാൻ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്ന് പ്രതിപക്ഷം. ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തുവെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിച്ച് ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. മറൈൻ ഡ്രൈവിൽ ശിവസേനക്കാരെ പ്രതിപക്ഷം വാടകയ്ക്കെടുത്തതാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. ശിവസേനയെയും സംഘപരിവാറിനെയും കുറിച്ച് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് പ്രത്യേക മാനസികാവസ്ഥയാണെന്ന് മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. എത്രമാത്രമാണ് RSSനോടും സംഘപരിവാറിനോടും സമരസപ്പെട്ടു പോകുന്നത് എന്ന് പൊതുവായിട്ട് കാണുന്നുണ്ട്. അതിന്റെ പ്രകടനമാണ് സാർ ഇവിടെ കണ്ടത്. അതിന്റെ പ്രകടനത്തിന് നേരെയാണ് എന്റെ വാചകങ്ങൾ ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ അംഗീകരിക്കാനാകില്ലെന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തുന്നതിനിറങ്ങിയത് ദൗർഭാഗ്യകരമാണെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. തുടർന്ന് ഇരുവരും തമ്മിൽ രൂക്ഷമായ വാദപ്രതിവാദം. സർ, അങ്ങിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ ഇവിടെ എന്റെ സീറ്റ് വിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ളത് അങ്ങ് സാക്ഷിയാണ്. സർ, പച്ച കള്ളം പറയുന്നതിന്റെ അതിനുവേണ്ടി ഞാൻ എന്ത് പച്ചക്കള്ളമാ പറഞ്ഞത്? ഈ സഭ ചേർന്നുകൊണ്ടിരിക്കുമ്പോഴും അല്ലെങ്കിലും ഒരു മുഖ്യമന്ത്രിയും വെളിയിലിറങ്ങി കാര്യങ്ങൾ ആരോട് കയർക്കാറില്ല. സഭാധ്യക്ഷനില്ലാത്തപ്പോൾ അംഗങ്ങൾ നടത്തളത്തിലിറങ്ങുന്നതിൽ തെറ്റില്ലെന്നും ഇത് സ്വാഭാവികമാണെന്നും സ്പീക്കർ. സഭയിൽ നടപടിക്രമങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ആദ്യമായിട്ടാണോ വെല്ലിൽ നിന്ന് സംസാരിക്കുന്നതും ആളുകൾ സൗഹൃദം പങ്കുവയ്ക്കുന്നതും അതിനെയൊന്നും തെറ്റിദ്ധാരണാപരമായ നിലയിൽ സംസാരിക്കുന്നത് ശരിയല്ല. മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ സഭാരേഖകളിൽ നിന്ന് നീക്കി റൂളിംഗ് നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും സ്പീക്കർ പരിഗണിച്ചില്ല. എപ്പോൾ റൂളിംഗ് വേണമെന്ന് ദയവ് ചെയ്തിട്ട് വാശി പിടിക്കരുത്. അതോടെ പ്രതിപക്ഷം സ്പീക്കർക്ക് നേരെ തിരിഞ്ഞു. മുഖ്യമന്ത്രിയും സ്പീക്കറും നിലപാടിൽ ഉറച്ചു നിന്നതോടെ പ്രതിപക്ഷം പ്രതിഷേധിച്ച് നിയമസഭ ബഹിഷ്കരിച്ചു. നിയമസഭയിൽ നിന്നും ജിതിൻ ചന്ദ്രൻ.